കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആവേശകരമായി പുരോഗമിക്കുന്നതിനിടയ്ക്ക് ജനാധിപത്യ പ്രക്രിയയുടെ രഹസ്യ സ്വഭാവം തകർക്കുന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായ ഒരു നിയമലംഘനം മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ വിലക്കുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പോളിംഗ് ബൂത്തിനകത്തെ വോട്ടെടുപ്പ് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച യുവാവിനെ പോലീസ് അതിവേഗം പിടികൂടി. നിലമ്പൂർ വീട്ടിച്ചാൽ സ്വദേശിയായ ലിസിൻ സബാദിനെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ മണ്ഡലത്തിലെ കുറുമ്പലങ്ങോട് GUP സ്കൂളിലെ 129 നമ്പർ ബൂത്തിനകത്ത് വെച്ചാണ് ഈ നിയമവിരുദ്ധമായ നടപടി അരങ്ങേറിയത്. വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെയും ബൂത്തിലെ മറ്റ് രഹസ്യ നടപടികളുടെയും ദൃശ്യങ്ങൾ ഇയാൾ സ്വന്തം ഫോണിൽ ചിത്രീകരിക്കുകയും തുടർന്ന് അത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പൊതുജന മധ്യത്തിൽ പങ്കുവയ്ക്കുകയുമായിരുന്നു. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം ലംഘിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിച്ചതോടെ ഗൗരവകരമായ അന്വേഷണത്തിനാണ് മലപ്പുറം പോലീസ് തുടക്കമിട്ടത്. മലപ്പുറം സൈബർ ക്രൈം ഇൻസ്പെക്ടർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്ത ഡിജിറ്റൽ ഉറവിടങ്ങൾ പിന്തുടർന്ന് പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് നടത്തിയ ആസൂത്രിതമായ നീക്കത്തിനൊടുവിൽ നിലമ്പൂർ വീട്ടിച്ചാൽ സ്വദേശിയായ ലിസിൻ സബാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പക്കൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച സ്മാർട്ട് ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനും IT ആക്ട് പ്രകാരവും ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം. വോട്ട് ചെയ്യുന്നത് ചിത്രീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ വിശുദ്ധതയെ ബാധിക്കുന്ന കുറ്റകൃത്യമായതിനാൽ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കി. പോളിംഗ് സ്റ്റേഷനുകളിൽ മൊബൈൽ ഫോൺ പ്രവേശിക്കുന്നത് തടയാൻ കർശനമായ സുരക്ഷാ പരിശോധനകൾ നിലനിൽക്കെ കുറുമ്പലങ്ങോട് GUP സ്കൂളിലെ 129 നമ്പർ ബൂത്തിൽ പ്രതി എങ്ങനെ ഫോൺ അകത്തേക്ക് കടത്തി എന്നതിനെ കുറിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പിടിച്ചെടുത്ത ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കുമെന്നും സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഇൻസ്പെക്ടർ ഷാജഹാൻ അറിയിച്ചു. സൈബർ ഇടങ്ങളിൽ ഇത്തരം നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ പോലീസ് 24 മണിക്കൂറും സജ്ജമാണെന്ന മുന്നറിയിപ്പും ഈ നടപടിയിലൂടെ അധികൃതർ നൽകുന്നു. നിലമ്പൂരിലെ ഈ സംഭവത്തിന് പുറമെ മലപ്പുറം ജില്ലയിലെ മറ്റു ചില പോളിംഗ് സ്റ്റേഷനുകളിലും സമാനമായ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ നഗരസഭയിലെ കാദർമൊല്ല AMLP സ്കൂളിലെ പോളിംഗ് കേന്ദ്രത്തിൽ വോട്ടെടുപ്പ് ദിവസം കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചെന്ന പരാതിയിൽ ബൂത്ത് ലെവൽ ഓഫീസർ M അനൂപിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ വോട്ടർമാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും അതീവ ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും കാണുന്നത്. സംസ്ഥാനത്തുടനീളം ആവേശകരമായ പോളിംഗ് പുരോഗമിക്കുമ്പോൾ വോട്ടിന്റെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തടയാൻ കർശനമായ സുരക്ഷാ വലയമാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ ബൂത്തിലും CCTV നിരീക്ഷണത്തിന് പുറമെ വെബ്കാസ്റ്റിംഗ് വഴിയുള്ള തത്സമയ നിരീക്ഷണവും കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തടയാൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ചുമതലയുള്ള പോലീസിനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തിനകത്തെ രഹസ്യ സ്വഭാവം ലംഘിക്കുന്ന തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് ജനാധിപത്യ നിയമപ്രകാരം 3 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് അധികൃതർ വീണ്ടും വോട്ടർമാരെ ഓർമ്മിപ്പിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സൈബർ പോലീസിന്റെ 24 മണിക്കൂർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൂർണ്ണമായും സമാധാനപരവും സുതാര്യവുമാണെന്ന് ഉറപ്പുവരുത്താൻ DGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷാ കർമ്മ പദ്ധതിയാണ് ജില്ലകളിൽ നടപ്പാക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ കരുത്തായ വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവവും വിശുദ്ധിയും കാത്തുസൂക്ഷിക്കാൻ ഓരോ പൗരനും ഒരുപോലെ ബാധ്യസ്ഥരാണ്. വെറുമൊരു കൗതുകത്തിനോ ആവേശത്തിനോ വേണ്ടി നിയമങ്ങൾ ലംഘിക്കുന്നത് എത്രത്തോളം കടുത്ത നിയമ നടപടികളിലേക്ക് വഴിമാറുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ് നിലമ്പൂരിലെ ഈ അറസ്റ്റ്. വോട്ടർമാർ ഇത്തരം പ്രവണതകളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രം വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.